محمد يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب الله يا نبي الله واللي عجب വിദ്യാർത്ഥിക്കുള്ള സർട്ടിഫിക്കറ്റ് തമ്പാപ്പ നൽകാണ്. വിദ്യാർത്ഥി ഉപഹാരങ്ങളെ ആദരവും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മദ്രസയിലെ നമ്മുടെ ഉസ്താദ്മാർക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ വിപുലമായ ഒരു ഭക്ഷണ കിറ്റ് നൽകുന്നു. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ശ്രീ നിർവഹിക്കും. നല്ലൊരു പരിപാടി വാട്ട പരിപാടിയാണ്. അള്ളാഹു പറഞ്ഞതാണ് തദ്കിറത്തുൽ മുഹിബ്ബീൻ എന്ന കിതാബ് 800 ഉണ്ടാക്കിയാണ് ആ കിതാബ്. ആ കിതാബിൽ റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ ആ സമയത്ത് ആ മാസത്തിൽ എന്ത് ചെയ്യണം, പിന്നെ അത്രയൊക്കെ നല്ല വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കണം. അതേപോലെ മക്കാമി ഒരു പഠിക്കുന്ന സ്ഥലം മദ്രസ എന്ത് ചെയ്യണം, നല്ല വൃത്തിയാക്കണം. പഠിപ്പിച്ച ഉസ്താദുമാരെ അൽബുക്ക് സന്തോഷപ്പെടും. അൽബുക്ക് സന്തോഷം നമുക്ക് ഉള്ളിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ഇവിടുത്തെ കൽബിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അപ്പൊ അതിന് പറ്റിയ നല്ലൊരു പരിപാടിയാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ചെയ്തത്. അള്ളാഹു അവരെ ജോലിയിൽ, അവരെ പഠനത്തിൽ, അവരെ കുടുംബത്തിൽ അള്ളാഹു കൈവും ബറക്കത്തും പ്രദാനം ചെയ്യുന്നവരാണ്. റബ്ബിന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെയും ആഫിയത്തോടെയും ഒരുപാട് കാലം ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകണം. മദ്രസയിലെ ഉസ്താദ്മാർക്ക് യൂണിറ്റ് SSF ക്യാഷ് അവാർഡ് നൽകുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചതുർസ്ഥാനം നൽകിക്കുന്നു. നാട്ടിലെ എല്ലാവർക്കും നല്ല പണികളാണ് ചെയ്തത്. എപ്പോഴും കിട്ടേണ്ടത് തന്നെ അള്ളാഹു അവരെ ഖബറൊക്കെ അള്ളാഹു മരണപ്പെട്ടവരെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുന്നതാണ്. അള്ളാഹുവെ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് ഈ ദീനീ സ്ഥാപനത്തിൽ മുത്തനബിന്റെ മധുര പറഞ്ഞ് ഒരുമിച്ച് കൂടി അള്ളാഹു അതിൻ്റെ ബിസിനസ് സ്വഭാവം ഖബർക്ക് എത്തിച്ചു കൊടുക്കണം. നീ ആ ഖബർ സ്വർഗ്ഗപ്പൂന്തോക്കണം. അള്ളാഹു അന്ന് ഈ സ്ഥലം തന്നതുകൊണ്ട് തമ്പുരാൻ ഈ സ്ഥലത്ത് എത്രയോ ദിക്റ് ഞങ്ങൾ ചെയ്തു, എത്രയോ കുട്ടികൾ ഖുർആൻ ഓതാൻ പഠിച്ചു. അള്ളാഹുവെ എത്രയോ ആളുകൾ കൂടി മുത്തനബിന്റെ പേരിൽ സ്വലാത്ത് ചെയ്തു, എത്രയോ പാവങ്ങൾക്ക് ഇവിടെ വെച്ച് ഭക്ഷണം നൽകാൻ ഇത് നിമിത്തായി മാറി. അതിനൊക്കെ കാരണക്കാരൻ ആ സഹോദരൻ ഈ സ്ഥലം നൽകിയതാണ്. അള്ളാഹുവേ
അല്ലാഹ് നീ ആ ഖബറിനെ സ്വർഗ്ഗത്തിൽ തോപ്പാക്കണം. നല്ല വിഷമവും അനുഭവപ്പെടുന്നുണ്ട് അല്ലാഹ്. മുത്തനബിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ സന്തോഷം നൽകണം. നീ സന്തോഷം നൽകണം അല്ലാഹുവേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മരണശേഷം ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് ദുആ ചെയ്യാനുള്ള ഒരവസ്ഥ നീ ഞങ്ങൾക്കും നൽകണം. ആരംഭിക്കുകയാണ്. എല്ലാവരും സദസ്സരായിട്ട് വളരെ ആദരവോടെ ഭക്തിയോടെ എല്ലാവരും ولهم زجرهم بالتسبيح والتقديس والتهليل الملك الجليل. واقبلت الحور العين الى امه امنه رضي الله تبشرها بانها من جميع المخاوف امنه والتنوع قوامل البشريه بالسعاده الابديه والغرة القمرية والطلعة المحمدية وخرق المخاض اشتد بها آلام ولد النبي صلى الله عليه وسلم كأنه البدر في تمامه. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله جاء الحبيب إلينا وبديع الموت منا فرحا عالم جلا بانجلال نور تجلى طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير الدار طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله أشرق البدر علينا فاختفت منه المنظور مثل حسنك ما رأينا قط يا وجه سرور يا نبي سلام
أنت إكسير ووالي أنت مصباح الصدور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم من رأى وجهك يسعد يا كريم المالكين حوضك الصافي المبارك بردنا يوم النشور مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي ورأينا العيس حنان بالسراء الله إليك والغمام قد أضل والمال صلوا عليك مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي وأعطاك العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك الظبي النفور مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي إنما شد المحامل وتنادوا للرحيل جدهم ودمع سائل قلت قف لي يا دليل مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي تحمل لي رسائل أيها الشوق الجزيل نحو هذيك المنازل في العشايا والبكور مرحبا يا نور عيني مرحبا يا مرحبا مرحبا جد الحسين يا رسول مرحبا كل في الكون هام فيك يا باهي الجبين ولهم فيك غرام واشتياق وعنين مرحبا يا نور عيني مرحبا 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 جد الحسين يا رسول مرحبا في معاليك
للرسل ختام أنت للمولى شكور مرحبا يا نور عيني مرحبا 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 جد الحسين يا رسول مرحبا عبدك المسكين يرجو فضلك الجم الوفير فيك قد أحسنت ظني يا بشير يا نذير مرحبا يا نور عيني مرحبا 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 جد الحسين يا رسول مرحبا فأغثني وأجرني يا مجير من السعير يا غياثي يا ملاذي في ملمات الأمور مرحبا يا نور عيني مرحبا 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 جد الحسين يا رسول مرحبا هذا عبد قد تملى عن جلاء كل هموم فيك يا قادر تجلى فلك الوصف الحسين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ليس أزكى منك أصلا قد يا جد الحسين فعليك الله صلى دائما تكتبه الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله أول ميداناي പാട ചോദിച്ച മുഹമ്മദാ ബദറിലും ബദർ എങ്കിടുന്നോരെ കാണുവാൻ വിധി الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ഭൂമിക്കീഴേ പാപികളായി പാടിടുന്ന ഞങ്ങളെ ഭൂപാതിയാം റസൂലുള്ളാഹിന്റെ കവരേഗ് റബ്ബനാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് പാപമാലെ കറുത്തുപോയൊരു കൽബും കണ്ടീവർ വന്നിതാ പാപഭാരങ്ങൾ തീർത്ത കൽബകം
والسلام عليك يا حبيب الله അടക്കി നാടിന് ഉടയമാരി റസൂലുള്ളാഹിന്റെ കാവലേകൾ റബ്ബനാ അസ്സലാത്തു വസ്സലാമു അലൈക യാ والسلام عليك يا حبيب الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الحسنات يا رفيع الدرجات صلى الله على محمد صلى الله عليه وسلم كفرا عني ذنوبي مغفرا لسيئاتي صلى الله على محمد صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات صلى الله على محمد صلى الله عليه وسلم أنت ستار المسامي ومبيد العثرات صلى الله على محمد صلى الله عليه وسلم عليم السر وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم
ചെപ്പിനഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ ദ്രോഹിച്ചനേരം പുഞ്ചിരി തൂകിയ മുല്ലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശരിൽ കഠിന സമയത്തു ഉമ്മത്തി എന്നു രത്തോരേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ മുസ്തഫ നബിയേ നബിമാരിലുള്ള സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലെല്ലാം ശഫീഅേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റഫുൽ ഖൽഖായ ത്വാഹ ചൊരിയണം ഞങ്ങളിൽ റഹ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ അർഹംനാ ജമീഅൻ ബിജമീഇ الصالحات ربنا ارحمنا جميعا بجميع الصالحات ربنا ارحمنا جميعا بجميع الصالحات آمين 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 يا رب اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم راحمنا يا أخي الرسول وعلى آل سيدنا يا الله آمين كبير 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 الله يا മൗലിദിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ ഈ മജ്ലിസിൽ നീ സന്തോഷമുള്ളതി ആമീൻ അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിലേക്ക് വേണ്ടി അരി തന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട് ഒരാളുടെ പേര് നിന്നോട് എണ്ണി എന്ന് പറയേണ്ടതില്ല തമ്പുരാനെ എല്ലാവരെയും നീ അറിയുന്നവരാണ് ബറക്കത്ത് ചെയ്യണം മാംസം നൽകിയവരുണ്ട് അല്ലാഹുവേ നീ അവർക്ക് ഫലവും ബറക്കത്തും സന്തോഷം നൽകണം മുമ്പിൽ നീ വിശാലത നൽകണം സാമ്പത്തികമായിട്ട് സഹായിച്ചവരുണ്ട് അല്ലാഹുവേ നീ അവർക്ക് ഫലവും ബറക്കത്തും ചെയ്യണം ആളുകളിലേക്ക് നൽകാൻ മറ്റു പല ആവശ്യങ്ങളും സാധനങ്ങളും നൽകിയവരുണ്ട് തമ്പുരാനെ ഒന്നും എണ്ണി പറയേണ്ടതില്ല അള്ളാഹു ആരൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട് ആരൊക്കെ ഇതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ അള്ളാഹുവേ അവർക്ക് ഫലവും ബറക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യണം അള്ളാഹുവേ എല്ലാവരുടെ വിഷമത്തിനും പേടിയിലും ബേജാറിലുമാണ് തമ്പുരാനെ യാതൊരു വിഷമുള്ള അന്തരീക്ഷമാണ് നമ്മളൊക്കെ കാക്കണം നമ്മുടെ മക്കളെ കാക്കണം മാതാപിതാക്കളെ കാക്കണം കുടുംബങ്ങൾ ഭാര്യമാർ സഹോദരിമാർ സഹോദരങ്ങൾ നമ്മളെ സഹായിക്കുന്ന എല്ലാവരെയും നീ കാക്കണം നമ്മുടെ നാടിനെ നീ കാക്കണം നാടിനെ നീ കാക്കണം തമ്പുരാനെ
റഹീമായ അല്ലാഹ് ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. തമ്പുരാനെ മുത്തനബിയുടെ മദദ് പറയുന്ന മജ്‌ലിസ്, മുത്തനബിയുടെ പേരിൽ മൗലിദ് ഓതുന്ന മജ്‌ലിസ്, മുത്തനബിയുടെ പേരിൽ ഭക്ഷണം നൽകുന്ന മജ്‌ലിസ്, മുത്തനബിയുടെ മാസം, അല്ലാഹുവേ ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹ് ായ തമ്പുരാനെ എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫ നൽകണം. ഏത് രൂപത്തിൽ വന്നുപെട്ട രോഗമാണെങ്കിലും അല്ലാഹുവേ നീ പൂർണ്ണ ശിഫ നൽകണം, ആരോഗ്യം നൽകണം, ആഫിയത്ത് നൽകണം. അല്ലാഹ് ഞങ്ങൾ ചെയ്യുന്ന മരുന്നുകൾക്കൊക്കെ നീ ഫലം കാണിക്കണം. അർഹമുറാഹിമായ അല്ലാഹ് വിദേശത്ത് ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ മുഅ്മിനീങ്ങളുണ്ട്. തമ്പുരാനെ വിഷമത്തിലും ബേജാറിലുമാണ്. തമ്പുരാൻ അല്ലാഹുവേ നീ അവർക്കൊക്കെ പൂർണ്ണ സംരക്ഷണം നൽകണം. ജോലിയിലും കച്ചവടത്തിലും ഇടപാടിലും ബർക്കത്ത് നൽകണം. അല്ലാഹ് നാട്ടിലുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്. അല്ലാഹ് ജോലി ചെയ്യുന്നവർ, കച്ചവടം ചെയ്യുന്നവർ, വണ്ടി വിടുന്നവർ, ചെറിയ ചെറിയ ഇടപാടുകൾ നടത്തുന്നവർ, അല്ലാഹുവിന്റെ ജോലി ചെയ്യുന്നവർ, ദീനീ ഖിദ്മത്ത് ചെയ്യുന്നവരൊക്കെ അല്ലാഹ് നീ അവർക്ക് ഖൈറും ബർക്കത്തും സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യണം. അല്ലാഹ് തൊട്ടടുത്ത സമയം തന്നെ നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുമിച്ച് കൂടിയതുപോലെ സന്തോഷകരമായി ഒരുമിച്ച് കൂടാൻ ഈ തൗഫീഖ് നൽകണം. അല്ലാഹ് ഞങ്ങൾ സുന്നത്തമാക്കിയ പ്രവർത്തകർക്ക് നീ പൂർണ്ണമായ സംരക്ഷണം നൽകണം. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം. ഈ സ്ഥാപനത്തിലെ മദ്രസയിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്നവർ, അതുകൊണ്ട് ശമ്പളത്തിലേക്ക് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അല്ലാഹുവേ നീ അവർക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണം. അർഹമുറാഹിമായ അല്ലാഹ് ഞങ്ങളെ നീ ഐക്യത്തിലാക്കണം, സ്നേഹത്തിലാക്കണം, ബർക്കത്തുള്ളവരാക്കി തീർക്കണം. ഞങ്ങളെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് പൂർണ്ണ ഹിഫ്ദ് നൽകണം. ഞങ്ങളൊപ്പം ഉണ്ടായിരുന്ന പലരും അല്ലാഹുവേ മരണപ്പെട്ടു പോയി. തമ്പുരാനെ അല്ലാഹ് അവർക്കൊക്കെ ഈ വിട്ടുകൊടുത്ത് മാപ്പാക്കണം. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് അവരെ ഖബറിൽ എത്തിച്ച് അവരെ ഖബറിൽ നീ സന്തോഷത്തിലാക്കണം. ഈ പള്ളിപ്പറമ്പിൽ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബക്കാർ പലരുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കണം. ഒരാളെയും നീ പരാജിത കൂട്ടത്തിലാക്കല്ല. ഞങ്ങളെയും നമ്മളെ സഹായിക്കണം. ജന്നാത്തിൽ ഫിർദൗസിൽ എത്തിച്ചു ഒരാളെയും നീ പരാജിത കൂട്ടത്തിലാക്കണം. അല്ലാഹുവേ കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഈ മജ്‌ലിസിൽ നേതൃത്വം നൽകി തന്നിരുന്നു വലിയൊരു തങ്ങളുപ്പാക്കും. അല്ലാഹുവേ അവർക്ക് ഞങ്ങളുടെ മജ്‌ലിസിന്റെ ബർക്കത്ത് എത്തിക്കണം. അവരൊക്കെ മതവും പൊരുത്തവും കാവലും നീ നൽകണം. റഹീമായ അല്ലാഹ് ഞങ്ങളെ ആലിമീങ്ങൾക്ക് സുബീരന്മാർ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ അവർക്കൊക്കെ നീ വിട്ടുകൊടുത്ത് മാപ്പാക്കണം. നീ ചെയ്യുന്ന ഉസ്താദന്മാർക്ക് ആലിമീങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണം. അവരുടെ മതത്തിലും പൊരുത്തത്തിലും കാവലിലുമായിട്ട് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. ഒരാളെയും നീ പരാജിത കൂട്ടത്തിലാക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഇന്നലകളിൽ ഇല്ലായ്മയുടെ ഇരുളടഞ്ഞ ഇടവഴികളിൽ ഇടറി വീണ ഇരുട്ടറകളിൽ ഇൽമിന്റെ ഇത്തിരിവട്ടത്തിൽ ഇതളുകൾ വിരിയിച്ച് ഇതിഹാസത്തിന്റെ ഇടനാദം മുഴക്കി സത്യത്തിന്റെ സാക്ഷാരകമായി കടന്നുവന്ന അന്ത്യപ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495 ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ആദർശേരി മർക്കസു ദഅവത്തു സുന്നിയ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികൾ അണിചേർന്നിരിക്കുന്ന ഇമ്പമാർന്ന കലാപരിപാടികൾ ആസ്വദിക്കാൻ മുഴുവൻ പ്രവാചക സ്നേഹികളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. മാറുന്ന കാലത്തിന്റെ നാഡീസ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ് വിദ്യാഭ്യാസ രംഗത്ത് പരിവർത്തനത്തിന്റെ സുവർണകുസുമങ്ങളെ വിരിയിച്ച ആദർശേരി മർക്കസ് ദഅവത്തു സുന്നിയ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികൾ അണിചേർന്നിരിക്കുന്ന കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മുഹമ്മദ് ആകാശഭൂമി തേങ്ങി അതു കണ്ട ലോകവിങ്ങി ആറ്റൽ റസൂലിന്മേനി മുറിവേറ്റ നേരം വീതി. ആകാശഭൂമി തേങ്ങി അതു കണ്ട ലോകവിങ്ങി ആറ്റൽ റസൂലിന്മേനി
മുറിവേറ്റ നേരം വീതി ആദിനമറിഞ്ഞ വീതി തിരുതായിഫിൻ്റെ ഭൂമി തിരുതായിഫിൻ്റെ ഭൂമി ആകാശഭൂമി തേങ്ങി അതു കണ്ട ലോകവിങ്ങി ആറ്റൽ റസൂലിന്മേനി മുറിവേറ്റ നേരവീതി ആ കല്ലുകൾ വിതുമ്പി കണ്ണിൽ പെടാതെ നോക്കി ശറഫുറ്റമേനി തുളക്കാൻ എടുക്കല്ലയെന്നു കെഞ്ചി ആ കല്ലുകൾ വിതുമ്പി കണ്ണിൽ പെടാതെ നോക്കി ശറഫുറ്റമേനി തുളക്കാൻ എടുക്കല്ലയെന്നു കെഞ്ചി എടുത്തപ്പോൾ കുതറി മാറാൻ കൈപിടിയിൽ പിടഞ്ഞു പോയി കൈവിട്ട കല്ല് പതറി ഒയിനെങ്കിലൊന്ന് തേടി മുത്തിൻ്റെ മേനിനാവാൻ എനിക്കാവുകില്ല തേങ്ങി പതിക്കാതെ കുതറി നോക്കി അത് പ്രിയ ഹബീബ് വാങ്ങി ആകാശം വിതേങ്ങി അതു കണ്ട ലോകവിങ്ങി ആറ്റൽ റസൂലിന്മേനി മുറിവേറ്റ നേരം വീതി ശറഫായ മേനിക്കേറി നിണം ചിന്തി കല്ല് പാറി അവരന്ന് ആർത്തു കീറി നബിയോരെ നേർക്ക് ചീറി ശറഫായ മേനിക്കേറി നിണം ചിന്തി കല്ല് പാറി അവരന്ന് ആർത്തു കീറി നബിയോരെ നേർക്ക് ചീറി ജിബ്രീൽ വന്നു തേടി അനുവാദം വേണം ചൊല്ലി നാശം അവർക്കു വേണ്ടി ഒരു കുന്നിതായി ഭൂവിൽ അരുതെന്ന് മുത്ത് തേടി അവർ പാവമല്ല ചൊല്ലി ഇത് എന്ത് കനിവ് നബിയേ ഞങ്ങൾക്കാവുകില്ല നിധിയേ ആകാശഭൂമി തേങ്ങി അതു കണ്ട ലോകവിങ്ങി ആറ്റൽ റസൂലിന്മേനി മുറിവേറ്റ നേരം വീതി ആകാശഭൂമി തേങ്ങി അതു കണ്ട ലോകവിങ്ങി ആറ്റൽ റസൂലിന്മേനി മുറിവേറ്റ നേരം വീതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രപഞ്ചത്തിന്റെ ദിഗന്ധങ്ങളിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കി മണൽക്കാടിന്റെ സിൽക്കാരവും ഈത്തപ്പനയോലയുടെ നിർമ്മണവുമേറ്റ് അങ്ങകലെ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മനുഷ്യനും മനുഷ്യത്വവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസം കണ്ട അന്ധകാര നിബിഡമായ 6-ാം നൂറ്റാണ്ടിൽ അറിവിന്റെ നിറകുടമായി സ്നേഹസമത്വ സാഹോദര്യത്തിന്റെ വെളിയാളം മുഴക്കി ഒരു വിപ്ലവത്തിന്റെ നാന്തി കുറിച്ച അന്ത്യപ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495-ാം ജന്മദിനാഘോഷ ഭാഗമായി ആദർശേരി മർക്കസ് ദഅവത്ത് സുന്നിയ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികൾ അണിചേർന്നിരിക്കുന്ന ഇമ്പമാർന്ന കലാപരിപാടികൾ ഇവിടെ തുടരുകയാണ്. ഗാനം മുഹമ്മദ് റയ്യാൻ PK 2ാം ക്ലാസ്. Thank you.
മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ചാപ്പുനിലങ്ങളിൽ ജീവിതം ഹോമിച്ച മസ്തിഷ്കത്തിൻ്റെ ത്വരിത പ്രവർത്തനങ്ങൾക്ക് വേഗപ്പെട്ടിടുന്ന മനുഷ്യരോട് മദ്യം സർവ്വതിന്മകളുടെയും താക്കോലാണ് എന്നും ഏത് ലഹരിയും നിഷിദ്ധമാണ് എന്നും പഠിപ്പിച്ച പ്രഥമ ലഹരി നിഷിദ്ധ പ്രചാരകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1495 ജന്മദിനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ആദർശേരി മർക്കസുൽ ദഅവത്തി സുന്നിയ സംഘടിപ്പിച്ച ഓൺലൈൻ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദ്യമായ മുഹമ്മദ് സലീഖ് KP 1ാം ക്ലാസ്. ചൊല്ലുക ചൊല്ലുക കുട്ടികളെ ശരാത്തി ചൊല്ലുക കുട്ടികളെ പാടുക പാടുക കുട്ടികളെ മൗലദ് പാടുക കുട്ടികളെ റബിയുൽ അവ്വൽ 12 നമ്മുടെ നബിയുടെ ജന്മദിനം ചെല്ലാമൊരുമിച്ച് നമ്മുടെ നബിയുടെ മൗലിദുകൾ ചൊല്ലുക ചൊല്ലുക കുട്ടികളെ സ്വലാത്ത് ചൊല്ലുക കുട്ടികളെ പാടുക പാടുക കുട്ടികളെ മൗലിദ് പാടുക കുട്ടികളെ സലാം. പരസ്പരം പുഞ്ചിരിക്കുന്നത് ധർമ്മമാണെന്നും തൊഴിലാളിക്ക് വിയർപ്പ് പറ്റും മുമ്പ് വേതനം നൽകണമെന്നും ലോകത്തോട് പഠിപ്പിച്ച അന്ത്യപ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495 ജന്മദിനാഘോഷ ഭാഗമായി ആദർശേരി മർക്കസു ദഅവത്ത് സുന്നിയ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികൾ അണിചേർന്നിരിക്കുന്ന ഇമ്പമാർന്ന കലാപരിപാടിയിലേക്ക് മുഴുവൻ പ്രവാചക സ്നേഹികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഥ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, നാട്ടുകാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുത്തുനബിയുടെ മീലാദാഘോഷ വേദിയിലാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഒരു കൊച്ചു കഥയിലേക്ക് ക്ഷണിക്കുകയാണ്. നബിയുടെ ജന്മദിന ആഘോഷത്തിൽ ഒരു കൊച്ചു കഥയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ റൂഹുള്ള ഈസാ നബിയെ കേട്ടിട്ടുണ്ടോ? മാനവർക്ക് ഒരീസം ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വഴിവക്കിൽ ഒരു കബർ നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴതാ ആ കബറിൽ നിന്ന് ഭയങ്കര കരച്ചിൽ കേൾക്കുന്നു. ആർത്തട്ടാസിക്കുകയാണ് ആ കബറാളി. കബറിൽ കഴിയുന്ന അയാളുടെ ദുർഗതിയിൽ മനം നൊന്ത് ദുഃഖത്തോടെ ഈസാ നബി നടന്നു നീങ്ങി. ഏതാനും ദിവസം കഴിഞ്ഞ് വീണ്ടും നബി അതുവഴി നടന്നുപോയി. അപ്പോഴുണ്ടല്ലോ പ്രകാശപൂരിതമായിരിക്കുന്നു. പ്രകാശ നിർമ്മിതമായിരിക്കുന്ന തലകൾ കൊണ്ട് കബർ അലങ്കൃതമായിരിക്കുന്നു. പ്രഭാപൂരിതവും സന്തോഷഭരിതമായിരിക്കുന്ന അവസ്ഥ കണ്ട് ഈസാ നബി അല്ലാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, ഇതെങ്ങനെ സംഭവിച്ചോ എന്ന് ഈസാ നബി ചിന്തിച്ചു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടു. വിഷയം പറഞ്ഞു. ആ കബറിൽ കഴിയുന്ന അയാൾ തൻ്റെ ജീവിതം മുഴുവൻ ദുർമാർഗത്തിൽ വിനിയോഗിച്ചവനായിരുന്നു. ഒരു നന്മയും അയാൾ ചെയ്തിട്ടില്ല. മരിക്കുമ്പോൾ അയാൾക്ക് ചെറിയ ആൺകുട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വലുതായി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുട്ടിയെ ഉമ്മ പാഠശാലയിൽ ചേർത്തു. ഉസ്താദ് കുട്ടിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിക്കൊടുത്തു. നിഷ്കളങ്ക മനസ്സിൻ്റെ ഉടമയായ പിഞ്ചുവാല അതേറ്റ് ചൊല്ലി. നബിക്ക് ആകാംക്ഷയായി. ആ കുട്ടി അത് ചൊല്ലിയതോടെ അള്ളാഹു അയാളുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു. ഭൂമിക്ക് മുകളിൽ അള്ളാഹുവിൻ്റെ പേര് അവൻ്റെ മകൻ ഉച്ചരിക്കുമ്പോൾ ഭൂമിക്കടിയിൽ അവൻ്റെ പിതാവിനെ ശിക്ഷിക്കുന്നത് എൻ്റെ മാന്യതയ്ക്ക് ചേർന്നതെന്ന് അള്ളാഹു പറയുകയുണ്ടായി. നബിക്ക് ആശ്വാസമായി. ജീവിച്ചിരിക്കുന്നവർ ചൊല്ലുന്ന കേവലം ഒരു ബിസ്മി തന്നെ. മരണപ്പെട്ട ബന്ധങ്ങൾക്ക് ഇത്രയധികം ഫലപ്പെടുമെങ്കിലും പിന്നെ ഖുർആൻ പാരായണത്തെക്കുറിച്ചും മറ്റും വിവരിക്കേണ്ടതില്ലല്ലോ. കാലത്ത് ഖുർആൻ പാരായണം പഠിക്കുന്ന കുട്ടികളെ തൻ്റെ ഉമ്മമാർക്കും മദ്രസയിലേക്ക് അയക്കുന്ന തൻ്റെ ഉമ്മമാർക്കും കുട്ടികൾക്ക് ഇത്രയും അധികം സന്തോഷിപ്പിക്കാൻ വക നൽകുന്നതാണ്. ഇത്രയും പറഞ്ഞ് എൻ്റെ ചരിത്രകഥ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. മുഹമ്മദ് മിദ്ലാജ് P 2ാം ക്ലാസ്. അസ്സലാമു ആദരെ കനിമരം ത്വറ റസൂൽ ആസരത്തിരുവരം ഐറൻ
സബീലെ ആലമില്ല നോക്ക നൂറേ കമാലേ അലമൽ ഉദാനി ബെഗും ജമാലേ ആലമില്ല നോക്ക നൂറേ കമാലേ അലമൽ ഉദാനി ബെഗും ജമാലേ ആദരെ കണിവരം ത്വഅ റസൂലി ആസരം തിരുവരം അയ്യാ സബീലെ ആലമില്ല നോക്ക നൂറേ കമാലേ അലമൽ ഉദാനി ബെഗും ജമാലേ നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉദകിൽ കലാം കലാം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ച വിധാനം പ്രവാചക പ്രവേ പശുവനം വിധാനം പ്രഭാമയം കിരണം പ്രപഞ്ച വിധാനം പ്രവാചക പ്രവേ പശുവനം വിധാനം ആദരെ പണിമരം ത്വസൂരി ആസരം തിരുവരം അയ്യാ സബീലെ ആലമില്ല നോക്കണം നൂറേ കമാലേ അലമൽ ഉദാനി ബെഗും ജമാലേ. അസ്സലാമു ഗാനം മുഹമ്മദ് യാസീൻ പി, 1ാം ക്ലാസ്. അസ്സലാമലൈക്കും ആദരെ കനിമലം ത്വഅ റസൂലി ആസരം തന്മലം അയ്യാ സബീലെ ആലമില്ല നോക്കണം നൂറേ കമാലേ അലമൽ ഉദാനി ബെഗും ജമാലേ നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉലകിൽ കലാം കലാം പ്രവാഹം പ്രവാമയം ഈണം പ്രപഞ്ച വിധാനം പ്രവാചക പ്രവേ പശുവനം ആദരെ കനിമരം ത്വഅ റസൂലി ആസരം തന്മലം അയ്യാ സബീലെ ആലമില്ല നൂറേ കമാലേ അലമൽ ഉദാനി ബെഗും ജമാലേ. ആരംഭപ്പു ത്വഹ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരില്ലാത്ത സ്നേഹസാഗരത്തിന്റെ നറുമണം ആഞ്ഞടിച്ചു വീശുന്ന ഒരു പുണ്യമാസം. നിഷ്കളങ്ക കുരുന്നു ഹൃദയങ്ങളിൽ നിന്നും മധുരഭാഷണമായി വിശലായി പ്രവാചക പ്രകീർത്തനങ്ങൾ പെയ്തിറങ്ങുന്ന മഹനീയരാവ്. മലാഖന്മാരുടെ നിറസാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മാസം. മാസങ്ങളിലെ മറ്റൊരു പൊൻവസന്തം, മാസങ്ങളിലെ മറ്റൊരു രാജകുമാരൻ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബീഉൽ അവ്വൽ. മുഹമ്മദ് നിഹാൽ പി. അസ്സലാമു അലൈക്കും. റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ നിലാവേ മോത്തിനിലണയുന്ന നേരം മുത്തം തരാമോ ഹബീബേ നൂറിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ നിലാവേ മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ അണയും അന്നെൻ്റെ കൺകൾ തളരും എൻ്റെ കൈകൾ ഇടരും എൻ്റെ മൊയ്കൾ തേമലരെ അരികിൽ അങ്ങൊന്നു വന്നാൽ അലിവാൽ മൊഞ്ചു തന്നാൽ ആ ദിനമെന്നിൽ കൂട്ടാമോ യാ റസൂലേ യാ ഹബീബേ റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ നിലാവേ മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ ഹബീബേ.
അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗ്രന്ഥം നിറച്ചിടുമോ? ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നോട് കാതിൽ ചൊല്ലിടുമോ? അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗ്രന്ഥം നിറച്ചിടുമോ? ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നോട് കാതിൽ ചൊല്ലിടുമോ? അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ്? അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ്? റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ നിലാവേ? മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ ഹബീബേ? ഇരുളാർന്ന കബറിൽ ഞാൻ അണയുമ്പോൾ തിരുവട്ടം എന്നിൽ തന്നിടാമോ? ഇടുങ്ങും കബറിൻ്റെ കൂടെ ഞാൻ ചേരുമ്പോൾ കവണും തിരുനോട്ടം എന്നാകിടാമോ? അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ്? അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ്? റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ നിലാവേ? മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ ഹബീബേ? റൂഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ? മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ ഹബീബേ? അണയൂ അന്നെൻ്റെ മുൻപിൽ തളരും എൻ്റെ കൈകൾ ഇടരും എൻ്റെ മൊയ്കൾ തേൻ മലരെ അരികിൽ അങ്ങൊന്നു വന്നാൽ അലിവാൽ മുഞ്ചു തന്നാൽ ആ ദിനമെന്നിൽ കൂട്ടാമോ യാ റസൂലേ യാ ഹബീബേ? റൂഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ? മൗത്തിനിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ? മുഹമ്മദ് അദ്നാൻ CP പ്രസംഗം 9ാം ക്ലാസ്. അൽഹംദുലില്ലാഹി കഫ വസ്സലാത്തു വസ്സലാമു അലസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ആദരണീയായ മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ ധാരാളം പ്രസംഗങ്ങൾ കേട്ട നിങ്ങൾക്ക് മുമ്പിൽ അവിടുത്തെ സ്വഭാവമഹിമയെക്കുറിച്ച് ചില കാര്യങ്ങൾ ബർക്കത്തിന് വേണ്ടി ഞാൻ പറയട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. തീർത്തും പ്രതികൂലമായൊരു സാഹചര്യത്തിൽ വളർന്നു വന്ന തിരുനബി അന്നത്തെ ഒരുവിധ ചാപ്പല്യങ്ങളും നേർക്കാത്ത പരിശുദ്ധനായി വളർന്നു വന്നത് മഹാ അത്ഭുതം തന്നെയാണ്. സ്വഭാവവികൃതങ്ങളിൽ മുഴുകിയ ഒരു ജനതയെ പൂർണ്ണമായും സംസ്കരിച്ച് അവരെ ലോകത്തിൻ്റെ റോൾ മോഡലുകളായി അവതരിപ്പിക്കാൻ തിരുനബിക്ക് സാധിച്ചത് തന്നെ അവിടുത്തെ സ്വഭാവമഹിമയ്ക്ക് മഹത്തായ ഉദാഹരണമാണ്. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന രീതി എന്ന് നാം ചിന്തിക്കുമ്പോൾ അതിൽ വ്യക്തമാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് പക്ഷേ ഇന്ന് പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ആയുധങ്ങൾ കൊണ്ടോ അക്രമങ്ങൾ മുഖേനയോ അല്ല, മറിച്ച് നല്ല സ്നേഹസമ്പന്നമായ സമീപനങ്ങളും
തുല്യതയില്ലാതെ വിട്ടുവീഴ്ചകളും മാതൃകാപരമായ സഹനങ്ങളും മൂലമാണ്. കഠിന വിരോധികളായ ആളുകൾ പോലും അവിടുത്തെ മഹിമമായ സ്വഭാവത്തിൽ ആകൃഷ്ടരായി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാം. യമാമയുടെ തലവനായ സുമാമത്ത് നിബിധങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. അവിടുത്തെ ശക്തി കൊണ്ട് നിബിധങ്ങൾ സുഖമായി വധിക്കാൻ ആഹ്വാനം ചെയ്തു. പിന്നീട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ സുമാമയെ പിടികൂടി ബന്ധിതനാക്കി മദീന പള്ളിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരം അറിയിച്ചു. അവിടുന്ന് സുമാമയെ സ്വീകരിക്കാനും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും പറഞ്ഞു. 3 ദിവസങ്ങൾക്ക് ശേഷം സുമാമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ നിന്റെ നിലപാട്? സുമാമ പ്രതികരിച്ചു, മുഹമ്മദ്, നീ എന്നെ കൊല്ലുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ കൊല്ലപ്പെടേണ്ടവനാണ്. നീ എന്നെ വെറുതെ വിട്ടാൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കും. ഇത് കേട്ട മുത്തുനബി പറഞ്ഞു, അവനെ അയച്ചു വിട്ടേക്കൂ. മോചിതനായ സുമാമുടൻ ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് വരെ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖമായിരുന്നു മുഹമ്മദിൻ്റേത്. ഇന്നു മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖമായി നബി അങ്ങയുടെ മുഖം മാറിയിരിക്കുന്നു. ഞാൻ ഏറ്റവും വെറുക്കുന്ന നാട് മദീനയായിരുന്നുവെങ്കിൽ ഇന്നു മുതൽ അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാടായി മാറിയിരിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, കഠിന ശത്രുവിൻ്റെ മനസ്സിനെ പോലും കീഴടക്കാൻ അവിടുത്തെ സ്വഭാവമായി നമുക്ക് സാധിച്ചു എന്നല്ലേ ഈ സംഭവം നമ്മോട് പറയുന്നത്. അതുതന്നെയാണ് ഖുർആനും പറഞ്ഞത്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബി അങ്ങ് സ്വഭാവമഹിമയുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രപഞ്ചത്തിന്റെ ദിഗന്ധങ്ങളിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കി മണൽക്കാടിന്റെ സിൽക്കാരവും ഈത്തപ്പനയോലയുടെ നിർമ്മണവുമേറ്റ് അങ്ങകലെ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മനുഷ്യനും മനുഷ്യത്വവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസം കണ്ട അന്ധകാര നിബിഡമായ 6-ാം നൂറ്റാണ്ടിൽ അറിവിന്റെ നിറകുടമായി സ്നേഹസമത്വ സാഹോദര്യത്തിന്റെ വെളിയാളം മുഴക്കി ഒരു വിപ്ലവത്തിന്റെ നാന്തി കുറിച്ച അന്ത്യപ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495-ാം ജന്മദിനാഘോഷ ഭാഗമായി ആദർശേരി മർക്കസ് ദഅവത്ത് സുന്നിയ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികൾ അണിചേർന്നിരിക്കുന്ന ഇമ്പമാർന്ന കലാപരിപാടികൾ ഇവിടെ തുടരുകയാണ്. സുഹൈൽ CK 7ാം ക്ലാസ് ഗാനം. സ്നേഹനിധിയെ കാണുവാൻ ഞാൻ കൊതിക്കുന്നേ, മോഹമോടെ എന്നുമെന്നും ഞാനുരക്കുന്നേ. പാൽനിലാവിൻ പൂനിലാവ് എന്തൊരഴകാണേ, പുഞ്ചിരിക്കും പൂമുഖം കാണുകെന്നാണേ. സ്നേഹനിധിയെ കാണുവാൻ ഞാൻ കൊതിക്കുന്നേ, മോഹമോടെ എന്നുമെന്നും ഞാനുരക്കുന്നേ. പാൽനിലാവിൻ പൂനിലാവ് എന്തൊരഴകാണേ, പുഞ്ചിരിക്കും പൂമുഖം കാണുകെന്നാണേ. ഒരു വട്ടം കനവിലും നനയുന്നു നബിയെ, ഒരുപാട് കൊതിക്കുന്നു ആരുമില്ല മനിയെ. ഒരു വട്ടം കനവിലും നനയുന്നു നബിയെ, ഒരുപാട് കൊതിക്കുന്നു ആരുമില്ല മനിയെ. എനിക്കൊന്ന് ചിറകൊന്ന് കനിമെങ്കിൽ നബിയെ, ഒരു വട്ടം പറന്നു ഞാൻ വരുമല്ല നബിയെ. കനവിലും നനവിലും അമുഖമാണേ, കഥയറിഞ്ഞ് കനിയണം എൻ മുറാദാണേ. സ്നേഹനിധിയെ കാണുവാൻ ഞാൻ കൊതിക്കുന്നേ, മോഹമോടെ എന്നുമെന്നും ഞാനുരക്കുന്നേ. പാൽനിലാവിൻ പൂനിലാവ് എന്തൊരഴകാണേ,
രണ്ടാം ക്ലാസ് ഗാനം മുഹമ്മദ് ഷാസിം KM രണ്ടാം ക്ലാസ്. പച്ചക്കുബ്ബയുടെ ഭംഗിയിൽ പരിലസിക്കുന്ന മദീന,
അനുതാപത്താൽ നിമീലിതമാകുന്ന ഹൃദയങ്ങൾക്കാശ്വാസമായി പ്രവാചക ജീവിതം പരിഹാരമാകുമ്പോൾ പ്രവാചക പ്രകീർത്തനത്തിന്റെ നിലക്കാത്ത പ്രവാഹം ഈ കോവിഡ് കാലത്തും പ്രവാചക പ്രകീർത്തനം മാറ്റിവെക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, ഞങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതെ, ആദർശേരി മർക്കസ് ദഅവത്ത് സുന്നിയ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികൾ അണിചേർന്നിരിക്കുന്ന ഇമ്പമാർന്ന കലാപരിപാടികൾ പ്രവാചക പ്രകീർത്തനങ്ങളുടെ അനുരാഗപൂർണമായ ധന്യതകൾ സമർപ്പിച്ചുകൊണ്ട് പ്രവാചക മനസ്സുകളെ അങ്ങകിലെ മദീനയിലേക്ക് എത്തിച്ചുകൊണ്ട് ആദർശേരി മർക്കസ് ദഅവത്ത് സുന്നിയ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികൾ അണിചേർന്നിരിക്കുന്ന ഇമ്പമാർന്ന കലാപരിപാടികൾ തുടരുകയാണ്. സഹിൽ എം പ്രസംഗം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ അധ്യക്ഷരെ, ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സദസ്യരെ, അസ്സലാമു അലൈക്കും. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്തായ വേദിയിൽ അവിടുത്തെ ജന്മദിനാഘോഷത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ലോകമാകെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് ജന്മദിനം ആഘോഷിക്കുന്ന ആഹ്ലാദകരമായ സമയമാണിത്. കണ്ണും കാതും കൂർപ്പിച്ച് വെച്ച ആർക്കും കാണാനും കേൾക്കാനും കഴിയുന്നതാണ് ജന്മദിനാഘോഷത്തിൻ്റെ ആരവങ്ങൾ. മണ്ണും വെണ്ണും തോരങ്ങൾ കൊണ്ട് അലങ്കരിതമാണ്. ഗഗന നീലമയിൽ നക്ഷത്രങ്ങൾ വർണ്ണമയ പൊയ്ക്കുന്നത് കാണുന്നില്ലേ? എന്താണ് ഇതിന് കാരണം? മറ്റൊന്നുമല്ല, ഈ ലോക സൃഷ്ടിപ്പിന് കാരണക്കാരനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിൻ്റെ ആഹ്ലാദം തന്നെ. ആ സ്നേഹപൂവനയോടെ നെഞ്ചിനുള്ളിൽ അല്പമെങ്കിലും സ്നേഹമുള്ള ആരും ഈ മാസത്തിൽ സന്തോഷിക്കാതിരിക്കില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് തിരുനബി പിറന്നത്. അതെ, മക്ക എന്ന മലഭൂമിയിലായിരുന്നു അവിടുത്തെ ജനനം. കലുഷിതമായിരുന്നു അക്കാലം. മനുഷ്യർ ജീവിത ലക്ഷ്യം മറന്നു ജീവിച്ചു. അവരെ ജീവിതാർത്ഥം പഠിപ്പിക്കുകയായിരുന്നു തിരുത്തങ്ങൾ. സത്യം കണ്ടെറിഞ്ഞ് ആയിരങ്ങൾ വിശുദ്ധ മതത്തിൻ്റെ വാഹകരായി മാറി. നന്മയും തിന്മയും അവിടുന്ന് പഠിപ്പിച്ചു നൽകി. സത്യവും അസത്യവും വേർതിരിച്ചു കാണിച്ചു. അവിടുന്ന് പഠിപ്പിക്കാൻ ബാക്കിയൊന്നുമില്ല. മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളും ആ ജീവിതത്തിലുള്ള സമൂഹം മനസ്സിലാക്കി. അങ്ങനെയുള്ള ആ സ്നേഹഭൂമിനോട് തൻ്റെ അനുയായികൾ ഒരിക്കലും മറന്നില്ല. നബിയെ കണ്ട സ്വഹാബികളും അവരെ കണ്ടവരും എല്ലാവരും അവിടുത്തെ ആ പാത പിന്തുടർന്നു പോന്നു. നബിയുടെ ജന്മദിനം ആഘോഷിച്ചതിന് തെളിവുകൾ ഒരുപാട് കാണാനാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ പാടാനായി പ്രത്യേക വേദി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുക്കി നൽകിയിരുന്നു. നബി ജനിച്ച ദിവസമായ തിങ്കളാഴ്ചയിൽ അവിടെ നോമ്പെടുത്ത് അല്ലാഹു നന്ദി കാണിച്ചിരുന്നു. പരത്തി പറയാൻ സമയം അനുവദിക്കുന്ന വേദിയല്ല. കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ആഘോഷത്തിന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നല്ലാതെ ആഘോഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിതരായും തള്ളി പറഞ്ഞതായി അറിയില്ല. ആയതിനാൽ ഈ വേദി ഉണർത്തുന്നു. ആ നബിയെ ആവോളം അനുസ്മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അബ്ദുൽ ഖാദർ കെ സി, 1ാം ക്ലാസ്.